അപ്പോൾ ഇന്റേൺഷിപ്പ് 2 സമയത്തെ ഒന്ന് സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസ് കഴിഞ്ഞിട്ട് ചെയ്യാം. പക്ഷേ സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസ് കഴിഞ്ഞിട്ടാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ ഇവിടെ സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസ് തീരുന്നതിന് മുമ്പ് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തില്ല, അല്ലാതെ കിട്ടത്തില്ല. ഇപ്പോൾ ക്ലിയർ ആയോ? ആ, അപ്പോൾ ഇതാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരിടത്തും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നാട്ടിലിരിക്കുന്ന ബാക്കിയുള്ള ഏജൻസികളൊക്കെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ ഇറാസ്മസ് എന്താണ്, അതിൻ്റെ സ്റ്റഡീസ് എന്താണ്, അതിൻ്റെ സ്കോളർഷിപ്പ് എന്താണ്, ഇൻറ്റേൺഷിപ്പ് എന്താണെന്നൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിലും വിഡ്ഢിത്തരം പറഞ്ഞു കൊടുക്കാതിരിക്കുക. ഞാനിപ്പോൾ ഏത് ഏജൻസിയാണെന്ന് ഞാനിപ്പോൾ വിളിച്ച് പറയുന്നില്ല. ദൈവത്തെ ഓർത്ത് നിങ്ങൾ പിള്ളേർക്ക് അറിവില്ലായ്മ പറഞ്ഞു കൊടുക്കാതിരിക്കുക. അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല, ഗൂഗിൾ നോക്കുക, അല്ല യൂണിവേഴ്സിറ്റിക്കാർക്ക് ഇമെയിൽ അയച്ചിട്ട് അവരോടുള്ള കാര്യമുള്ളതുപോലെ ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക. അല്ലാതെ പിള്ളേരെ മിസ്ഗൈഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഈ ഇപ്പോൾ ഏത് ജോലിയാണെങ്കിലും ഇൻസെൻറ്റീവ് കിട്ടുമല്ലോ. അപ്പോൾ ഈ ഇൻസെൻറ്റീവ് കിട്ടുന്നതിന് വേണ്ടി ഇവർ ആ കൊച്ചിനെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് നിർത്തും. പിള്ളേരേക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നത് മുഴുവൻ അറിവില്ലായ്മയും. അപ്പം അത് ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ എനിക്ക് ത്രൂ വരുന്ന പിള്ളേർക്ക് കറക്റ്റ് ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന കുട്ടികളാണെങ്കിലും ഇറാസ്മസ് സ്റ്റഡീസിനും ഇറാസ്മസ് ഇൻറ്റേൺഷിപ്പിനും നിങ്ങൾ പോകണം. എന്ന് പറയുമ്പോൾ 1 വർഷത്തോളം നിങ്ങൾക്ക് സ്കോളർഷിപ്പ് വാങ്ങിക്കും. 1 സെമസ്റ്ററിൽ പഠിക്കാൻ പോവുക, 1 സെമസ്റ്റർ എന്ത് ചെയ്യണം, ഇൻറ്റേൺഷിപ്പ് ചെയ്യുക. ഇനി പഠിക്കാൻ പോകുന്നില്ല, എനിക്ക് ഇൻറ്റേൺഷിപ്പ് മാത്രം ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 to 7 months വരെയൊക്കെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഇവിടെ ഹൈ കോമ്പറ്റീഷൻ കാണും, അത് റിസ്ക്കാണ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്താണ്, സ്റ്റഡിയാണ് കാര്യം. നിങ്ങളൊരു യൂണിവേഴ്സിറ്റി സ്റ്റഡിക്ക് പോകുമ്പോഴത്തേക്കും ഇവിടെ നിന്നുള്ള സർട്ടിഫിക്കറ്റും കിട്ടും, അവിടുത്തെ സർട്ടിഫിക്കറ്റും കിട്ടും. മനസ്സിലായില്ല? അവരെവിടുന്ന ആ പിള്ളേർ അവിടുത്തുകാരാ, അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. എന്ന് പറയുന്നത് സൈക്കോളജി മേജറാണ്, പക്ഷെ സബ്ജക്റ്റ് പഠിക്കാൻ ഇവിടെയാണ്. അപ്പോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടുന്ന് ഇറ്റലിക്ക് പോകാം, നിങ്ങൾക്ക് ഇവിടുന്ന് ഓസ്ട്രേലിയക്ക് പോകാം. അതേസമയം നമ്മൾ കേരളത്തിൽ നിന്ന് നേരെ ഓസ്ട്രേലിയക്ക് പോകണമെങ്കിൽ എന്തോരം പൈസ ആണ്, കേരളത്തിൽ നിന്ന് നേരെ ഇറ്റലിക്ക് പോകണമെങ്കിൽ എന്തോരം പൈസയാണ്. ഇവിടെ ഇത്രയും ട്യൂഷൻ ഫീ ഉള്ളൂ, ഇത്രയും ലിവിങ് കോസ്റ്റേ ഉള്ളൂ. ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് നേരെ ഫിൻലൻഡിൽ പോകാൻ പറ്റും, എനിക്കൊന്നും സ്വപ്നം കാണാൻ പറ്റത്തില്ല. എന്തോരം പൈസയാണ് അവിടുത്തെ 1 വർഷത്തെ ട്യൂഷൻ ഫീസ്. അതേസമയം അവിടെ നിന്ന് ഇവിടെ വന്നു 1 സെമസ്റ്റർ തികച്ചില്ല, ഇവിടെ 4 മാസം ഇവിടെ ഉള്ളായിരുന്നു ഞാൻ വിഷ്ണുസാറൊക്കെ. എന്നിട്ട് ഞങ്ങൾ ജനുവരി ആയപ്പോൾ സെപ്റ്റംബറിൽ വന്നു, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ എക്സാം എല്ലാം എഴുതി എല്ലാം ക്ലിയർ ചെയ്തു. ജനുവരി ആയപ്പോൾ ഫിൻലൻഡിലെത്തി. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 5 മാസം ഫിൻലൻഡിലാണ്. 2nd സെമസ്റ്റർ കഴിഞ്ഞു. ഞങ്ങളുടെ കോഴ്സ് 1.5 വർഷമുള്ളായിരുന്നു. 2nd സെം കഴിഞ്ഞു. അത് കഴിയുമ്പോൾ പിന്നെ സമ്മർ വെക്കേഷനാണ്. അപ്പം അവിടെ പാർട്ട് ടൈം ചെയ്യുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? ജനുവരി തൊട്ട് അവിടെ പാർട്ട് ടൈം ചെയ്യുന്നുണ്ട്. പിന്നെ സമ്മർ വെക്കേഷനാണ്. സമ്മർ വെക്കേഷൻ നമ്മളെവിടെ പോയാലും പ്രശ്നമൊന്നുമില്ല, 3 മാസം വരെ നമുക്ക് അങ്ങനെ നിൽക്കാമല്ലോ. അപ്പം നിങ്ങളിപ്പോൾ ഇറാസ്മസിന് ഇപ്പോൾ ഫിൻലൻഡിലാണ് പോകുന്നെങ്കിൽ, സ്റ്റഡിക്ക് പോവുകയാണെങ്കിൽ 3 മാസം വരെയാണ് നമുക്ക് ലിത്വാനിയയിലെ TRP വെച്ചിട്ട് ഈ വേറെ യൂറോപ്യൻ യൂണിയൻ കൺട്രീസിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. 3 മാസത്തിൽ കൂടുതൽ നിൽക്കാനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ആ രാജ്യത്തിൻ്റെ TRP എടുക്കണം, അല്ലെങ്കിൽ വിസ എടുക്കണം. അപ്പം നിങ്ങൾ ഫിൻലൻഡിലാണ് പോകുന്നെങ്കിൽ ഫിനിഷ് വിസ TRP എടുക്കണം. മനസ്സിലായില്ലേ? ഇറ്റലിക്കാണ് പോകുന്നെങ്കിൽ ഇറ്റലിയൻ വിസ എടുക്കണം. അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്റേൺഷിപ്പിനാണ് പോകുന്നെങ്കിൽ ഇത് തന്നെ ആപ്ലിക്കബിൾ ആണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് 3 മാസം സമ്മർ വെക്കേഷൻ ആയിരുന്നു. അപ്പം നമ്മൾ എത്ര മാസമായി? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് വരെ നമുക്ക് അവിടെ നിൽക്കാം. പിന്നെ ബാക്കിയുള്ള സമയം എന്താണ്? നമ്മൾ തീസിസ് ആണ്. അപ്പോൾ ഈ തീസിസ് വരുന്ന സമയത്ത് എന്ത് ചെയ്തു? തീസിസും നമ്മളുടെ ഇവിടുത്തെ ലെക്ചേഴ്സൊക്കെ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് അവരോട് സംസാരിച്ച് അവിടുത്തെ ഓർഗനൈസേഷനൊക്കെ ആയിട്ട് കൊളാബ് ചെയ്തായിരുന്നു എനിക്ക് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ നമ്മളത് ചെയ്തു. കോൺവെക്കേഷനാണ് ഇവിടെ വന്നത്. അപ്പോൾ ഏകദേശം 1 വർഷത്തോളം അവിടെ തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനത്തെ പോസിബിലിറ്റി ഉണ്ട്. അത് അന്നായിരുന്നു. ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 സെമസ്റ്റർ ഇവിടെ പോയി തിരിച്ചു വരാം. തീസിസ് ഒന്നുകിൽ ഇവിടെ തന്നെ നിന്ന് ചെയ്യാം, ഇല്ലെങ്കിൽ ഇന്റേൺഷിപ്പിന് കയറി ആ കമ്പനിയായിട്ട് നിങ്ങൾ MSW ആയതുകൊണ്ടാട്ടോ ഞാൻ ഈ പറയുന്നത്, സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു NGO ആയിട്ട് ബന്ധപ്പെട്ട് കയറി ഒരു ടോപ്പിക് എടുത്ത് അവിടെ നിന്നുകൊണ്ട് ഇന്റേൺഷിപ്പും ചെയ്യുക, തീസിസും ചെയ്യുക. ഇതൊന്നും ചെയ്യാതെ ബോൾട്ടും ടാക്സിയൊക്കെ ആയിട്ട് ഇവിടെ നടന്നു കഴിഞ്ഞാൽ അത് ഒരു കരിയറല്ല. സ്റ്റുഡൻസും പേരൻസും അത് വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ക്രിസ്മസ് ട്രീ ഓപ്പണിംഗ് എന്നാ? നാളെയാണോ ഇന്നാണോ? അവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് എല്ലാം ഡെക്കറേഷനാണ്.
അപ്പോൾ ദയവായിട്ട് നിങ്ങൾ സ്റ്റുഡൻസും പേരൻസും ഈ ഒരു കാര്യം എമർജൻസി ആയിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഉണ്ടോ സംശയം? കരിയർ സെൻറ്ററിൻ്റെ കേസ് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ യൂണിവേഴ്സിറ്റിക്കും കരിയർ സെൻറ്റർ ഉണ്ട്. നിങ്ങൾ കരിയർ സെൻറ്ററിൽ വേണം പോകാനായിട്ട്. ഇവിടെയുള്ള ബാക്കിയുള്ള പിള്ളേരോടൊന്നും കുട്ടി ചോദിച്ചാൽ എന്തെങ്കിലും മനസ്സിലാക്കാമെന്ന് വിചാരിക്കരുത്. കാര്യം പിള്ളേർക്കൊന്നും അറിയത്തില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. ഞാൻ യൂണിവേഴ്സിറ്റി ചോദിച്ചിട്ട് കാര്യം പറഞ്ഞുതരാം. ഇല്ലേ, നിങ്ങൾ നേരെ കരിയർ സെൻറ്ററിൽ പോവുക. കരിയർ സെൻറ്ററിൽ പോയിട്ട് അവർ അതിൻ്റെ ലിസ്റ്റ് തരും. പിന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ്, എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും ഉണ്ട് കേട്ടോ, കരിയർ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും വെബ്സൈറ്റിൽ അങ്ങനെ ഒരു ഇത് കിടപ്പുണ്ട്, ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അവിടെ കയറി സെർച്ച് ചെയ്യുക, അവിടെ ഈ വേക്കൻസികൾ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങൾ ജോലി നോക്കുന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ആയിട്ടുള്ള ജോലിക്ക്, ഫുൾ ടൈം ഇൻ ദ സെൻസ് ഈ ബോൾട്ട് അതല്ല ഞാൻ പറഞ്ഞത്, അഡ്മിനിസ്ട്രേഷന്, വെസ്റ്റേൺ യൂണിയന്, ഈ പറഞ്ഞ പോലെ എവല്യൂഷൻ, അങ്ങനെയുള്ള ഇതിലൊക്കെ കയറണം, ശ്രദ്ധിക്കും.